ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ലീക്കായതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ടൊക്കെയാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയതിന്. അത് കഴിഞ്ഞിപ്പോൾ ദാ ഈ പരിപാടി കഴിഞ്ഞു. ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഞാൻ. നിങ്ങളിപ്പം കണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മനാഫിനെ കുറിച്ച് ഈ പറഞ്ഞ അർജുൻ്റെ വീട്ടുകാർ ഒരുപാട് പരാതി ഉന്നയിക്കുന്നു. മനാഫ് അതിപ്പുറത്ത് നിന്നുകൊണ്ട് അല്ല അത് ശരിയല്ല എന്ന് പറയുന്നു. അപ്പം അതിനുവേണ്ടി മനാഫിനെ കാണാൻ വന്ന മീഡിയക്കാർക്ക് മുന്നിൽ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടിയാണ്. ആദ്യം മനസ്സിലാക്കുക, ഇത് മനാഫിനെ വെളുപ്പിക്കലോ അർജുൻ്റെ കുടുംബത്തിനെ വെളുപ്പിക്കലോ രണ്ടുപേരെയും കറപ്പിക്കലോ അല്ല, കാര്യം പറച്ചിൽ മാത്രമാണ്. അതായത് മീഡിയ വരുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കുന്നത് അർജുൻ്റെ കുടുംബക്കാർ നിങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടിയാണിതെന്ന് പറയുന്നത്. ഇന്നൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, ഒന്നും അറിയാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഞാൻ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ നമ്പർ ലീക്കായി പോയതുകൊണ്ട് ഒരുപാട് പേരുടെ കയ്യിലേക്ക് എത്തിയതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാണ്. എൻ്റെ ഫോൺ സൈലൻ്റ് ആണ്. ആദ്യം അയാൾ കൊടുത്ത മറുപടിയാണിതെന്ന് പറയുന്നത്. മറ്റൊരു ചടങ്ങിലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന മീഡിയയിൽ വന്ന ഒരു കാര്യം അയാൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനി വേണം ഈ പറയുന്ന മീഡിയ വഴി അല്ലെങ്കിൽ ഈ പറയുന്ന ഫോൺ വഴിയോ TV വഴിയോ അയാൾക്ക് കാണാനെന്നുള്ള കാര്യം അയാൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ അയാളുടെ വാക്കിൽ നിന്ന് തന്നെ കേട്ട കാര്യമാണ്. അർജുൻ തന്നെ പേരിടും. അർജുനെ സഹായിക്കാൻ വേണ്ടി അർജുന് വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പോൾ അതിന് പറയുന്ന പറയല്ല, ആ കുടുംബം പറയുകയാണ് താങ്കൾ അവരുടെ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. എപ്പം? ഇന്നത്തെ പത്രസമ്മേളനത്തിൽ. ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഇത് ആരോ ഫോൺ അവിടെ അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളവാ. ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരെല്ലാവരും ഫോണും എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കുന്നതാണ്. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ആദ്യത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് അയാൾ പറയുന്നു അയാളുടെ ഫോൺ സൈലൻറ്റിലായിരുന്നു, അയാൾ കൃത്യമായിട്ട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ചാനലിൻ്റെ അടുത്ത്. ആ സമയത്ത് ചാനലുകാരൻ ചോദിക്കുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് അതെന്ന് പറയുന്നത്, മുഖ്യധാരാ ചാനലാണ്. അതിൽ അയാൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ പറയുന്നൊരു കാര്യമാണ്. ഞങ്ങൾ അവിടെ പോയി ബൈറ്റ് എടുത്ത സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ എത്ര തന്നെ കോണ്ടാക്റ്റ് ചെയ്താലും നിങ്ങൾ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങനല്ല, അതല്ല സംഭവം എന്ന് പറയുന്നത്. അവിടെ ആയിരുന്ന സമയത്ത്, അതായത് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത്, ശിരൂരിലായിരുന്ന സമയത്ത് ആ കുടുംബാംഗങ്ങൾ, അതായത് അർജുൻ്റെ ഭാര്യ അല്ലെങ്കിൽ അന്യജത്തി, അങ്ങനെ കുറേ പേര് കുടുംബങ്ങളൊക്കെ വിളിച്ച് കാര്യം എന്താണെന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾ ഫോൺ എടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളല്ല പറയുന്നത്. അത് വീണ്ടും പറയുന്നുണ്ട്, എടുത്തു വെച്ച് പറയുന്നുണ്ട്, അവരാണ് പറയുന്നതെന്ന്. നിങ്ങൾ തന്നെ ആദ്യം ഇനി അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിന് ഇവർ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ എപ്പോൾ ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നുള്ള കാര്യം. നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് പറയും ഇവിടെ യഥാർത്ഥത്തിലുള്ള കള്ളനും കള്ളിയും ഒളിച്ചുകളിയൊക്കെ നടത്തുന്ന ആരാണെന്നുള്ളത്. ഇന്നിപ്പോ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ കുഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, ഇതിനകത്ത് അവരുടെ വീട്ടിൽ പോയി ബൈറ്റ് എടുത്തതിന് ശേഷമുള്ള മറുപടിക്കാണ് ഇവരിവിടെ വന്ന് നിൽക്കുന്നത്. ആ സമയത്ത് അവർ കുടുംബത്തിനോട് അപ്പം ചോദിച്ച കാര്യം അല്ലെങ്കിൽ കുടുംബം അപ്പോഴും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ശിരൂരിലായിരുന്ന സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല എന്നല്ല. ഇത്രയും ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം, ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അർജുനെ എടുത്തതിന് ശേഷമുള്ള ഇന്നത്തെ കാര്യമാണ് സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നത്. ഇന്ന് കൃഷ്ണപ്രിയ വിളിച്ചപ്പോൾ പോലും ഫോൺ എടുത്തിട്ടില്ല എന്നാണ് അവർ ചാനലുകാരോട് പറഞ്ഞത്. അത് നേരെ മനാഫിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് അത് എത്തരത്തിലെത്തി. ഇന്നെന്നല്ല, അയാൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തയാണെങ്കിൽ ഞാൻ പരിപാടിയിലാണെന്ന് വീണ്ടും പറയുന്ന സമയത്ത് ഇല്ല, ചാനലിൽ പറയണം അതല്ല പറഞ്ഞത്. ശിരൂരിലായിരുന്ന സമയത്ത് കുറേ വട്ടം വിളിച്ചിരുന്നു കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ആ സമയത്ത് മനാഫ് ഒരു തരത്തിലും ഫോൺ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും അയാൾ കൂടിച്ചേർത്തു, നേരത്തെ പറഞ്ഞാണ് കൂടിച്ചേർത്തു, ഇത് ഞങ്ങൾ പറയുന്നതല്ല കുടുംബക്കാർ പറയുന്നതാണ്. അപ്പം ഇങ്ങനൊരു എല്ലാവരും കാണുന്നൊരു മീഡിയയ്ക്ക് മുന്നിൽ, എല്ലാവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സംഭവത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അയാൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. അത് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഒരു വല്ലാത്ത ദേഷ്യം ഓൾറെഡി ഉണ്ടാവും. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ അവരുടെ ഫോണെല്ലാം ശിരൂരിൽ നിന്ന സമയത്ത് എടുത്തിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് പിന്നെ എന്തുകൊണ്ടാണ് ആ കുടുംബം കളവ് പറയുന്നത്? അവിടെ എന്ത് ചെയ്യും? ഒരു അകൽച്ച ഉണ്ടാവും കൃത്യമായിട്ട്. ഇനി നേരെ തിരിച്ച് ഇവിടെ വീട്ടുകാരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. വളച്ചും തിരിച്ചും എന്തൊക്കെ മാറ്റിയും തിരിച്ച് പറയാമോ? ചില ആൾക്കാരുടെ, എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആൾക്കാരുടെ നാവിൽ നിന്നെങ്കിലും വരുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇട്ട് കളിക്കുന്ന സമയത്ത് അവരുടെ റേറ്റിംഗ്
റേറ്റിങ്ങിന് വേണ്ടിയിട്ടോ മറ്റൊരു കാര്യത്തിന് വേണ്ടിയോ അവരിത്രയുമില്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നിസാര കളിയല്ല, അല്ലെങ്കിൽ ഒരു പണിയല്ല. അതിന് വല്ലാത്ത കാര്യഗൗരവ ബോധത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വാർത്ത എന്ന് പറയുമ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള വാർത്തയായിരിക്കണം. അതിൽ ഈ പറയുന്ന തലനാരിഴ പോലും കീറി പരിശോധിച്ചതിന് ശേഷം വേണം അത് അത്രയും സത്യസന്ധതയോടെ വേണം ഒരു വാർത്ത കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുപോലുള്ള ഫേക്ക് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്ന സമയത്ത് അവരങ്ങനെയാണല്ലോ പറഞ്ഞത്, അവർ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് ഈ തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ട് പോലും അയാളോട് പോയി പബ്ലിക്കായി ചോദിക്കുന്ന സമയത്ത് അയാൾ ഭയങ്കര കൺഫ്യൂഷനായി പോകും. ആ കൺഫ്യൂഷനായി പോകുന്ന സമയത്ത് മൈൻഡ് കയ്യിൽ നിൽക്കില്ല. ആ സമയത്ത് പറയുന്ന മറുപടിയാണിതെന്ന് പറയുന്നത്. ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നേരെ അവിടെ പോയി അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതെന്ന് പറയുന്നത്. നമ്മൾ അവരുടെ ചാനൽ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂ കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അവിടെയും ചെന്ന് മനാഫ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഞാൻ 2000 രൂപ തന്നിട്ടില്ല അല്ലെങ്കിൽ എടുത്തിട്ടില്ല, അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അർജുൻ്റെ പേര് തന്നെ ലോറിക്ക് ഇടും എന്നൊക്കെ അവരുടെ കൂടെ മൊത്തത്തിലിരുന്നൊരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് വെച്ച് ഇതുപോലെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ഇത് മനാഫ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അവർ ഓപ്പോസിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് എല്ലാ കാര്യവും ഇതിന് പിന്നിലാണ് അല്ലെങ്കിൽ മീഡിയ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഘടകം അത് മീഡിയ തന്നെയാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായ കാര്യമാണല്ലോ. ഞാൻ കള്ളമാണോ പറയുന്നത്, ഞാൻ തെളിവടക്കം പറഞ്ഞ കാര്യമാണ്. ഈ ആൾക്കാർ അവിടെ ഇവിടെയായിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മളിത് എന്തെങ്കിലുമൊക്കെ ഇവർ കട്ട് ചെയ്ത് എയർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു ക്ലിപ്പ് മാത്രമായിരിക്കും ഭയങ്കര വൈറലായി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്ക ആൾക്കാരും ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കാണും, മുഴുവനായിട്ട് നിൽക്കില്ല സമയമെടുത്ത് കാണാൻ വേണ്ടി. അപ്പോഴും കാണുന്ന ഈ ചെറിയൊരു ഭാഗമാണെങ്കിൽ നേരെ നമ്മൾ എന്ത് ചെയ്യും, മനാഫിനെ സപ്പോർട്ട് ചെയ്യും, ചില ആൾക്കാർ അവിടെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വല്ലാത്തൊരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഒരു സമയത്ത് ഒരുപാട് നല്ല ഇഴയെടുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ 2 കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ട് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അവരുടെ വീഡിയോ കണ്ട സമയത്ത് ഇവരുടെ സംഭവം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇവർ 2 കൂട്ടരുടെ ഇടയിലും നടക്കുന്നില്ല. വേറെ ആരൊക്കെയോ ഇതിൻ്റെ ഇടയിൽ കയറി. ഒന്ന് മീഡിയ ആണ്, എല്ലാ മീഡിയ എന്ന് പറയുന്നില്ല, ചില മീഡിയ അല്ലെങ്കിൽ ചില ഇതുപോലെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ചില ആൾക്കാർ, ശരിക്കും മാധ്യമപ്രവർത്തനം എന്തെന്നറിയാതെ ഇതിലേക്ക് എടുത്ത് ചാടുന്ന ചില ആൾക്കാർ, അതിലപ്പുറത്തേക്ക് ചില മനുഷ്യർ കാണാം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്ന. അതായത് ഈ ജാതി മതം എന്ന് പറയുന്നൊരു വല്ലാത്ത കാര്യമാണ്. അത് ഞാൻ എടുത്തിടുന്ന കാര്യമല്ല, ചില ആൾക്കാരുടെ കമൻറ്റ് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. അപ്പം ഈ പറയുന്ന 2 ഇതിൽ നിൽക്കുന്ന ആൾക്കാരെ തമ്മിലായിട്ട് അല്ലെങ്കിൽ അവർ ഒത്തൊരുമിച്ച് പോകുന്ന കാണുമ്പോഴത്തേക്ക് വല്ലാത്ത എന്ത് പറയുന്നത് പുഴുത്തുരുമ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട മൈൻഡുള്ള ഒരാൾക്കാർ കാണുമല്ലോ. അവരങ്ങനെ ഒന്നിച്ച് പോകണം, നന്നാവില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ കളിക്കാൻ പറ്റുന്ന ചില മനുഷ്യർ ഉറപ്പായിട്ടും കാണും. അവർ പോയി കൊടുക്കും, അതേ സമയത്ത് ഇതിന് ഓപ്പോസിറ്റ് ഇവിടെയും കൊണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ നടക്കുന്നതെന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയും മേ ബി രണ്ടാമതൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടാവാം. ഇനി അടുത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർജുൻ്റെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് അർജുനെ നഷ്ടപ്പെട്ടതിൻ്റെ യഥാർത്ഥ വികാരവും ബാക്കി കാര്യങ്ങളും വേദനയും ഈ വന്നിരുന്ന് കാണുന്ന നമ്മളെപ്പോലെ, ഈ പറയുന്ന എന്നെ പോലും, അല്ലെങ്കിൽ ഓരോ കമൻ്റ് ഇടുന്ന ഞങ്ങൾ അർജുനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കമൻ്റ് ഇടുന്ന വ്യക്തികളെക്കാളും ഈ പറയുന്ന മനാഫിനെക്കാളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വേദനിക്കുന്നതെന്ന് പറയുന്ന ആ കുടുംബമാണ്. പോട്ടെ, നിങ്ങളെല്ലാം ഇതിന് എതിര് പറയുകയാണ്, അവർക്ക് ആ വേദന ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അർജുൻ്റെ ഭാര്യ, അവൾക്ക് നഷ്ടപ്പെട്ടതിലപ്പുറത്തേക്ക് നിങ്ങൾക്കൊരാൾക്കും മനാഫിനും ഇനി ആ ഒരു കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അമ്മയുടെ കാര്യം അച്ഛൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പേരും ഈ മക്കളിൽ ഒരാൾ പോയെങ്കിലും അവർക്ക് ആശ്വസിക്കാൻ മക്കളെന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരു കൂട്ടരുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി സഹോദരിയുടെ കാര്യത്തിൽ സഹോദരനുണ്ട് അല്ലെങ്കിൽ മറ്റു കൂടപ്പിറപ്പുകളുണ്ട് ഇല്ലേ. പക്ഷെ ആ ഭാര്യ, ആ പെണ്ണിൻ്റെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെയാണ്, അവളുടെ ഭർത്താവിനെയാണ്. മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഒരു അച്ഛൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു അച്ഛൻ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പം അവൾക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തണൽ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ എല്ലാ വേദനയും ഇവരെക്കാളും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ടത് ആ പെൺകുട്ടിയാണ്. അപ്പം ആ പെൺകുട്ടി ഇത്തരത്തിൽ സംസാരിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അതല്ലാതെ ആ കുട്ടി ഭയങ്കര എന്ത് പറയുന്നത് പ്രാവർത്തികമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് മെച്ചൂരിറ്റി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ കണ്ടു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ആ പെൺകുട്ടി അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ മൂവ് ഓൺ ആയി പോകുക എന്നുള്ളത് അവരുടെ കുടുംബത്തിൻ്റെ കാര്യമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ കുട്ടിയെ നോക്കണമെങ്കിൽ ആ പെൺകുട്ടി തന്നെ ചെയ്യണം. അപ്പം ബാക്കി എത്ര പേര് സപ്പോർട്ടായി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ അമ്മയോ അച്ഛനാണ്. അച്ഛൻ പോയാൽ അമ്മ, അമ്മ പോയാൽ അച്ഛൻ. അപ്പം അങ്ങനെ കാര്യശേഷിയുള്ളവരാണെങ്കിൽ അത് അങ്ങനെ പോയേ പറ്റുള്ളൂ. അപ്പം അവരെ ഏത് സമയവും നിലവിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും നാൾ കഴിഞ്ഞു അവർ കരഞ്ഞ് അവരുടെ കണ്ണീര് മൊത്തം തീർന്നു കാണും. അപ്പോൾ
ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മുന്നിലൂടെ അത് നമ്മൾ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് വല്ലാത്ത ടോർച്ചറായിട്ട് മാറും, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. നേരത്തെ തന്നെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ വീട്ടിലെ പല ആൾക്കാരും ഡിപ്രഷൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമില്ലേ? കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും ഊഹിക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വൈകാരികമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കടന്നു ചെല്ലുന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ പറയുന്ന കുടുംബത്തിനില്ലാത്ത ഒരു വേദന ഈ കമൻറ്റ് തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല, നമ്മൾ കാണുന്ന കാണികൾക്ക് ഉണ്ടാവില്ല. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. അവരനുഭവിക്കുന്ന വേദനകൾ പിന്നെ ഈ പറയുന്ന നമ്മൾ സീരിയലും സിനിമയും പോലാണ് സത്യം. അത് കണ്ട് അഡിക്ഷനായിട്ടായിരിക്കും മനുഷ്യർ കണക്കാക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞാൽ മാത്രമേ വേദന ഉള്ളവരായി മാറുന്നുള്ളൂ. അതല്ലാതെ ബോൾഡായിട്ട് വന്ന് നേരെ ചൊവ്വേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു തരത്തിലും വേദന ഇല്ലാത്തവരായി പോകുന്നില്ല. സീരിയലല്ല ജീവിതം എന്ന് പറയുന്നത്, സിനിമയല്ല ജീവിതം എന്ന് പറയുന്നത്. ചില ആൾക്കാർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. അവരവരുടെ വൈകാരിക നിമിഷങ്ങളെ, അവരുടെ സങ്കടങ്ങളെ ഒരു കോണിൽ ആരും കാണാതെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അതായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെന്ന് പറയുന്നത്. അതല്ലാതെ സീരിയലും സിനിമയും വെച്ച് കമ്പയർ ചെയ്യരുത് ജീവിതത്തെ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം മനാഫ് വൈകാരികമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലായിടത്തും പോയി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന ഇൻ്റർവ്യൂ കാണുന്ന സമയത്തും അല്ലാതെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇതുപോലെ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു നിമിഷം ഉണ്ടാകുന്ന സമയത്ത്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത്, മാധ്യമപ്രവർത്തകർ വരുന്ന സമയത്ത് 24 മണിക്കൂർ നമ്മൾ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമോ? നമ്മൾ ഏത് സമയം അതിൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പം മനാഫ് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് അയാൾ കൊടുത്തുകൊണ്ടിരുന്നു, ഇല്ലേ? അത് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ മനുഷ്യനെ മാത്രം ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇയാൾ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏത് സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇയാൾക്ക് മാത്രമേ വേദനയുള്ളൂ. അങ്ങനെയല്ല അതിനർത്ഥം എന്ന് പറയുന്നത്. ആ കുടുംബം അവിടെ അവർക്ക് ഈ പറയുന്ന മാധ്യമത്തിനെയോ ആ സമയത്ത് ഇതിനെക്കുറിച്ചോ ചിന്തിക്കാനുള്ള മൈൻഡല്ല. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്തണം. നമ്മൾ മനാഫിൻ്റെ എത്രയോ ഇൻ്റർവ്യൂ കണ്ടിരിക്കുന്നു. 2 വർഷമെങ്കിൽ 2 വർഷം ഇതിന് കാണാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നു. അത് മനാഫിന് പറയാൻ പറ്റും, പക്ഷെ ആ കുടുംബത്തിന് പറയാൻ പറ്റത്തില്ല. ആ കുടുംബത്തിനെ നമ്മുടെ കുടുംബമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായി മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ അവശേഷിപ്പുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ കുടുംബമുണ്ട്, അതുമായിട്ട് ഇനിയും പോയേ പറ്റൂ. അത് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏത് സമയം അവിടെ ഇരിക്കാനായിട്ട് ആ കുടുംബത്തിന് കഴിയില്ല. അത് സ്നേഹമില്ലായ്മ കൊണ്ടല്ല, ബാക്കിയുള്ളവരുണ്ട് കുടുംബത്തിൽ, വയസ്സായ ആൾക്കാരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് ആ ഒരു അവശേഷിപ്പ് കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് അവർക്കത് പ്രാക്ടിക്കലായി മാത്രം കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തല്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്, മറ്റൊരു സംസ്ഥാനത്താണ്. നമ്മുടെ ഭാഷ വ്യത്യാസമാണ്, സംസ്കാരം വ്യത്യാസമാണ്, ചിലപ്പോൾ ഒരു പക്ഷേ ഭരണകൂടങ്ങൾ പോലും വ്യത്യാസമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ചെന്നിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുപോയി ആ ഭരണകൂടത്തിനോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എതിർപ്പുണ്ടാവും. അപ്പം അവരുടെ പൂർണ്ണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനോട് കൂടി മാത്രം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബോഡി അവിടുന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അത് ആ കുടുംബത്തിന് തോന്നുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തയാണ്. കാരണം അവർക്ക് വേണ്ടത് അവരുടെ കൂടപ്പിറപ്പിനെയാണ്, ഇല്ലേ? അതിന് കുറേ സമയം പറ്റില്ല. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അന്വയ ചർച്ചകളിലൂടെ അവർക്ക് നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. അവിടെ വഴക്ക് കൂടാനോ അടിപിടി കൂടാനോ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനോ അവർക്ക് സാധിക്കില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടം ഉറപ്പായിട്ടും ആരെങ്കിലുമൊക്കെ ഇതിനെതിരായി മാറും. അപ്പോൾ ആ അന്വേഷണത്തിലോ അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തലിലോ ഒരുപാട് കാര്യങ്ങൾ, പാളിച്ചകൾ സംഭവിക്കും. അതുകൊണ്ട് എത്ര സഹിച്ചും അവർക്ക് നിൽക്കേണ്ടത് അവരുടെ കാര്യമായിരുന്നു, അവരുടെ കടമയായിരുന്നു. അത് അവർ ചെയ്തു. അതുകൊണ്ട് അവർക്ക് സ്നേഹമില്ല എന്നല്ല, സ്നേഹം കൂടുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബോധമുള്ളവർ മനസ്സിലാക്കേണ്ടത്. കാരണം അടികൂടി നിൽക്കേണ്ട ഒരു സമയം ആയിരുന്നില്ല അതെന്ന് പറയുന്നത്. ആരെയൊക്കെ കൂടെ സപ്പോർട്ടിന് നിർത്താൻ പറ്റുമോ, ആരോടൊക്കെ അടിമപ്പെട്ടായാലും നിന്നിട്ടായാലും അവർക്ക് അവരുടെ ആ കൂടപ്പിറപ്പിനെ തിരിച്ചു കൊണ്ടുവരേണ്ട അത്യന്താപേക്ഷിതമായിരുന്നു. മനാഫ് പറയുന്നത് പോലെ വെയിലും ചൂടും ഏറ്റ് 2 വർഷം നിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതൊരു സുഹൃത്തിനോ അല്ലെങ്കിൽ കുറച്ച് നാൾ മാത്രം കണ്ട് കുറച്ച് ആത്മബന്ധമൊക്കെ ഉണ്ടായ ഒരു വ്യക്തിക്ക് പറയുന്ന ഒരു അവസ്ഥയാണ്. കുടുംബത്തിനത് പറയാൻ കഴിയില്ല, കൂടപ്പിറപ്പുകൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് മനാഫ് സ്നേഹിക്കുന്നില്ല എന്നല്ല, ഈ മനാഫിന് വൈകാരികമായിട്ടുള്ള ഇടപെടൽ കൂടുതലായതുകൊണ്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ, പക്ഷേ ഈ കുത്തിയുള്ള മീഡിയകളുടെ ചോദ്യം ചെയ്യലുകൾ കൊണ്ട് തന്നെയായിരിക്കും അവരങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ തിരിച്ച് സംസാരിച്ചു പോകുന്നതാണ്. അപ്പം ഇവർ തമ്മിൽ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് അവർ പറയുന്ന, ആ കുടുംബം പറയുന്നതിലപ്പുറത്തേക്ക് മനാഫ് പറയേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലോറിക്ക് പേരിടുന്നതോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ യൂട്യൂബ് കൊണ്ടുപോകുന്നതോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അർജുൻ എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊരു വിമർശനമല്ല, പറയുന്ന സമയത്ത് ഇത് മീഡിയയിലേക്കാണ് എയർ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് ആ കുടുംബം കാണുന്നതാണ്. അപ്പം അവർ മറക്കാനല്ലെങ്കിലും ഏത് സമയം അത് ആലോചിച്ചുകൊണ്ടെന്ന് അവർക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മീഡിയയ്ക്ക് മുന്നിൽ എപ്പോൾ തുറക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുമ്പം അവരത് മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളത്
സ്നേഹപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനാഫ് ഏത് സമയം പറയുന്നുണ്ട് എൻ്റെ കുടുംബമാണ്, എൻ്റെ കുടുംബമാണെന്ന്. അപ്പം സ്വന്തം കുടുംബമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മരണം ആ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറക്ക് പോട്ട്, അവൻ്റെ വിധി അങ്ങനാണ്, നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യാനേ അദ്ദേഹം ശ്രമിക്കൂ. ഇല്ല അതല്ലേ ചെയ്യൂ. ഏത് സമയം അത് തന്നെ 24 മണിക്കൂറും കുടുംബത്തിനോടൊപ്പം ഇരുന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ആയിരുന്നല്ലോ, അവൻ ഇങ്ങനെ ആയിരുന്നല്ലോ, അവൻ അതാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അത് സ്വന്തം കുടുംബത്തിനോട് ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ദ്രോഹമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പം ഇതാണിപ്പോൾ മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാതെ ആയിരിക്കും ഒരു പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ബോധവും വിവരമുള്ള ആൾക്കാർ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ മീഡിയയ്ക്ക് ഇതൊരു റേറ്റിംഗ് മാത്രമാണ്. അവർ വന്ന് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഇൻ്റർവ്യൂ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും കൊടുത്തു പോവുകയാണ്. കൊടുത്തു പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് വെളിച്ചത്തോട്ട് വരാൻ പറ്റില്ല എന്നൊരു സംഭവം കൊണ്ടാണ് ആ കുടുംബക്കാർ ഇത്രയും വൈകാരികപരമായിട്ട് സംസാരിക്കുന്നത്. ആദ്യം അവർ തന്നെ പറഞ്ഞു ഇത് മനാഫിനെ വിളിച്ചും മെസ്സേജ് അയച്ചും നിർത്തൂ എന്ന് പറയാൻ മാന്യമായ രീതിയിൽ അവർ ശ്രമിച്ചു. അപ്പം അതിന് തിരിച്ച് വാക്ക് കൊടുക്കാത്തത്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നത് മനാഫായിരിക്കും, തിരക്കിലാവാം മറ്റെന്തിലായിരിക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് സംസാരിക്കാൻ തയ്യാറായത്. കാരണം അത്രയും മാനസിക സമ്മർദ്ദത്തിലേക്ക് ഒരു കുടുംബം പോകുന്നതുകൊണ്ടാണ്. അപ്പം ഈ കമൻറ്റ് തൊഴിലാളികൾ, ഈ നെഗറ്റീവായിട്ട് വൃത്തികേടുകൾ വലിച്ചെറിയുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണോ നടക്കുന്നതെന്നുള്ള, കുട്ടി പാടിക്കൊണ്ട് നടക്കാനാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാർ കൂടുന്ന സമയത്ത് ചില പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ചില മരണ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് അതുവരെ സൈലൻ്റ് ആയിട്ടിരിക്കും. ഈ പറയുന്ന ആൾക്കാർ കൂടുന്ന സമയം ആകുമ്പോൾ നെഞ്ചടിച്ച് 2-3 വട്ടം കഴിഞ്ഞിട്ട് കുറേ പൊട്ടിക്കരച്ചിലായിട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് ചില സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ചടങ്ങ് എല്ലാം കഴിയുമ്പോൾ മൂലയ്ക്കിരുന്ന് കഞ്ഞി വാരി കുടിക്കുന്നത് കാണാം, നല്ല രീതിക്ക് വർത്താനം പറയുന്നത് കേൾക്കാം, നുണ പറയുന്നത് കേൾക്കാം. ഇങ്ങനൊരു സമൂഹം നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അതായത് ആര് പോയാലും എനിക്കൊരു കൂസലുമില്ല, ആൾക്കാരുടെ മുന്നിൽ കാണിക്കണം, ഇങ്ങനെ മനസ്സിൽ ഇരുത്തിയിരിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അതേ രീതിക്ക് ബാക്കി എല്ലാ കുടുംബത്തിനെയും കാണരുതെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ മനസ്സിനുള്ളിൽ പൊതിഞ്ഞു വെക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അത് പരസ്യപ്പെടുത്താൻ ഇഷ്ടമല്ലാത്ത ചില ആൾക്കാർ കാണാം. അതുകൊണ്ട് അവർക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്നതും ഇത് അവർക്ക് ഈ പറയുന്ന പബ്ലിസിറ്റി ആവശ്യമില്ല. ആ കുടുംബത്തിന് അർജുൻ്റെ പേരിലുള്ള ഫണ്ട് പിരിവോ അല്ലെങ്കിൽ സഹായകരങ്ങളോ അവർക്ക് ആവശ്യമില്ല. കാരണം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ഭയങ്കര വിപത്താണ്, ഭയങ്കര ആപത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ചില സമയങ്ങളിൽ ഭയങ്കര സ്നേഹിതരായിട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് തെറ്റുന്ന സമയത്ത് നീ എൻ്റെ എച്ചിൽ തിന്നതല്ലേ എന്ന് വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അതായിരിക്കും ആ കുടുംബം ചിലപ്പോൾ പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ. അവർക്ക് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഔദാര്യം നിനക്കൊക്കെ വേണ്ടെങ്കിൽ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറയുന്നത് ശരിക്കും കോമൺ സെൻസ് ഉള്ള ആൾക്കാർ പറയുന്നതല്ല. നിങ്ങൾ വൈകാരികപരമായിട്ട് പറയുവാണ്, ഒരു ലോജിക്കും ഇല്ലാതെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിനെ വിടുക, ആ കുടുംബത്തിൻ്റെ മാത്രമാണ് നഷ്ടം. നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ മാത്രമാണ്. മനാഫായാലും നമ്മളായാലും സ്നേഹം ഉണ്ടാവും, എത്രത്തോളം വേണമെങ്കിലും സ്നേഹം ഉണ്ടാവും. പക്ഷെ ആ കുടുംബം എന്ന് പറയുന്നത് അർജുൻ ആ കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിലിരിക്കുന്ന ഒരു തരത്തിലുള്ള അർജുന് ഒരു തരത്തിലും ആത്മശാന്തി കൊടുക്കാത്ത കാര്യങ്ങളാണ്. അയാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മനാഫായാലും പുറത്തു നിന്നുള്ള നമ്മളായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് വീണ്ടും റീച്ച് ഉണ്ടാക്കാനോ ബാക്കി കാര്യത്തിന് വേണ്ടിയിട്ടില്ല. ഇങ്ങനൊരു വീഡിയോ കൊണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നിയതുകൊണ്ട്, സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട്. കാരണം ആ കുടുംബത്തിനെ വീണ്ടും വേദനിപ്പിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം അർജുനെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വീണ്ടും നിങ്ങൾ അതിന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതും കള്ളത്തരമാണ്. അർജുനെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം.